കോഴിക്കോട് നാദാപുരം പഞ്ചായത്തിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ തർക്കമുണ്ടായി. വോട്ട് ചേർക്കുന്നതും മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തർക്കത്തിന് ഇടയാക്കിയത്. നോട്ടീസ് നൽകാതെ CPM ഇടപെട്ട് വോട്ടുകൾ തള്ളുന്നു എന്നാണ് UDFന്റെ ആരോപണം. UDF പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറി ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് LDFന്റെ ആരോപണം. ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് കടന്നത് എപ്പോഴായിരുന്നു സംഭവം? നിലവിൽ എന്താണ് സ്ഥിതി? പ്രജീഷ്, ഈ വാർഡ് വിഭജനം നടന്നതോടുകൂടി പല സ്ഥലങ്ങളിലും, പല പഞ്ചായത്തുകളിലും നഗരസഭകളിലും അടക്കം ഈ തരത്തിൽ LDF UDF സംഘർഷങ്ങൾ പലയിടത്തും ഉണ്ടാകുന്നുണ്ട്. ഇതിപ്പോൾ നാദാപുരം പഞ്ചായത്തിലാണ്. അവിടെ വാർഡ് വിഭജനമൊക്കെ നടന്നതോടുകൂടി പല ആളുകളുടെ ഇപ്പോൾ UDFന് അനുകൂലമായ ചില വോട്ടുകളൊക്കെ മറ്റു വാർഡുകളിലേക്ക് മാറ്റിയെന്നും CPMന് അനുകൂലമായിട്ടുള്ള വോട്ടുകൾ ചിലതൊക്കെ മറ്റു വാർഡുകളിലേക്ക് മാറ്റിയെന്നുമുള്ള പ്രത്യാരോപണങ്ങളാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ഇന്നത് കയ്യാങ്കളിയുടെ വക്കിലേക്ക് വരെ ഇന്ന് നാദാപുരം പഞ്ചായത്ത് ഓഫീസിൽ എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പഞ്ചായത്ത് സെക്രട്ടറി അടക്കം CPMന് ഒത്താശ ചെയ്ത് CPMന് വേണ്ട രീതിയിൽ ആളുകളെ വോട്ട് മാറ്റുന്നു എന്നതാണ് UDF ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. അത് പലർക്കും ഈ ഹിയറിംഗിന് ഹാജരാവണം എന്ന് പറയുന്ന നോട്ടീസ് പോലും പലർക്കും നൽകുന്നില്ല എന്നാണ് UDF പ്രധാനമായിട്ടും ആരോപിക്കുന്നത്. എന്നാൽ LDF പറയുന്നത് പഞ്ചായത്ത് സെക്രട്ടറിയെ UDFന്റെ ആളുകൾ, നാദാപുരത്തെ UDFന്റെ ആളുകൾ ഭീഷണിപ്പെടുത്തുന്നു, അവരുടെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാൻ പഞ്ചായത്ത് സെക്രട്ടറിയെ സമ്മതിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് UDF പ്രധാനമായിട്ടും LDFനെതിരെ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പിന്നീട് അവിടെ പോലീസ് എത്തി ഇരു വിഭാഗത്തെയും അനുനയിപ്പിച്ചതിന് ശേഷമാണ് പഞ്ചായത്ത് ഓഫീസിലെ ബഹളം അവസാനിപ്പിച്ചത് എന്നുള്ളതാണ്. പ്രതികരണം കൂടി കേൾക്കാം. ഇവിടെ വോട്ട് ചേർക്കാൻ വന്നതിൻ്റെ പുറമെ 5-ാം നമ്പർ ഫോമിൽ കുറേയധികം അപേക്ഷകൾ, ആ അപേക്ഷകളുടെ മുകളിൽ ഒരാൾക്കും ഹിയറിംഗ് നോട്ടീസ് ഇവർ കൊടുത്തിട്ടില്ല. ആരെക്കുറിച്ചാണോ ആക്ഷേപം ഉന്നയിച്ചത് അയാൾക്കൊരു നോട്ടീസ് കൊടുക്കാതെ, നോട്ടീസ് ബോർഡിൽ അയാളുടെ പേര് പ്രദർശിപ്പിക്കാതെ, അയാൾ അറിയാതെ ഒരു വിഭാഗത്തിൻ്റെ വോട്ടുകൾ വ്യാപകമായി തള്ളുന്നു. എന്ത് വൃത്തികേടാണ് ഈ സെക്രട്ടറി ചെയ്യുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. ഒരു വിഭാഗത്തിനെ നോക്കി പിടിച്ച് തള്ളുകയാണ്. ഞങ്ങൾ നിരവധി സ്ഥലങ്ങളിൽ കളക്ടർക്ക് എല്ലാ ഇടങ്ങളിലും ഞങ്ങൾ പരാതി എത്തിച്ചു, പക്ഷെ ഒരു നടപടിയും എടുക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന ഇത്രയും ഇതായിട്ടുള്ള ഒരു സെക്രട്ടറിയെ ഒരു ദിവസം പോലും സർവീസിൽ ഇരുത്തരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം.